സനിൽ കളത്തിൽ. എല്ലാവർക്കും ഈ പേര് വളരെ പരിചിതമായ പേരാണ്. ദ വേ ടു സക്സസ് 0 to 100% എന്ന പോഡ്കാസ്റ്റ് സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡ്. നമ്മളുടെ ന്യൂജൻ പ്രേക്ഷകർക്ക് അവരുടെ സ്വീകരണ മുറിയിലേക്ക് അവർക്ക് സ്വീകാര്യനായ പ്രേക്ഷകരെ ഏറ്റെടുത്ത സോൾ സ്റ്റോറീസിൻ്റെ സംവിധായകൻ. ഞങ്ങളുടെ ഈ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഒരു 10-25 വർഷം മുമ്പ് മലയാള സിനിമ ബോംബെയിലും ചെന്നൈയിലുമായി നടന്നിരുന്ന സമയത്ത് അന്നത്തെ കാലത്ത് 16 വയസ്സുള്ള ഒരു പയ്യൻ ഒരു ക്യാമറയുമായി ഇറങ്ങുന്നു. ഇന്ന് ഷോർട്ട് ഫിലിം എന്ന് നിങ്ങൾ പറയും, അന്ന് ടെലിഫിലിം എന്ന് പറയും. ആ 16 വയസ്സിൽ തുടങ്ങിയ യാത്ര അതിനുശേഷം 22ാമത്തെ വയസ്സിൽ ഫീച്ചർ ഫിലിം ചെയ്യുന്നു. പിന്നീട് പരസ്യചിത്രങ്ങളിലേക്ക് വരുന്നു. വളരെയധികം സംസ്ഥാന പുരസ്കാരങ്ങളും ആദ്യത്തെ സിനിമയ്ക്ക് ഒരുപാട് ഫെസ്റ്റിവലുകളിലെ പ്രശംസയും ഒക്കെ നേടിയെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നത് 2018 മർക്കോണി മത്തായി എന്ന സിനിമയിലാണ്. ഈ 15 വർഷങ്ങൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും മെയിൻ സ്ട്രീം സിനിമയിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ തന്നെ 22 വയസ്സിൽ സിനിമ എടുത്ത ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയോ എന്ന് വരെയുള്ള ചർച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ കാതൽ കഥ സൊല്ലവ തമിഴ് ചിത്രം മർക്കോണി മത്തായുടെ റീമേക്ക് റിലീസിങ്ങിനിരിക്കുന്നു. അപ്പോൾ ഈ ഒരു 15 വർഷം ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഈ മനുഷ്യൻ്റെ കഥകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ചോദ്യം നല്ല ചോദ്യമാണ്. എൻ്റെ മാർക്കോണി മത്തായി എന്ന് പറഞ്ഞ ഫിലിമിൽ മത്തായിയുടെ ഒരു ഡയലോഗുണ്ട്, എനിക്കെല്ലാത്തിനോടും പ്രണയമാണ്. അതുതന്നെ എനിക്കും പറയാനുള്ളത്. എനിക്കെല്ലാത്തിനോടും പ്രണയമാണ്, പ്രത്യേകിച്ച് കഥകളോട്. കഥകളെ പ്രണയിക്കുന്ന ഒരാൾക്ക് നല്ല സിനിമ എടുക്കാൻ പറ്റും. കഥകളെ പ്രണയിക്കണം. ഞാൻ കഥകളെ പ്രണയിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഈ 15 വർഷമൊന്നും ഒളിവിലേക്ക് പോകാനൊന്നും പറ്റില്ല. ശരിക്കും ഞാൻ ഫിക്ഷൻ ചെയ്തില്ല എന്നുള്ളതായിരിക്കണം ഈ 15 വർഷം ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് പറയാം. പക്ഷെ ഞാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത സിനിമ എക്സ്പീരിയൻസ് ചെയ്ത കാലം ഈ 15 വർഷം തന്നെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അഡ്വർടൈസ്മെൻറ്റ് ഫിലിം മേക്കിംഗ്, ആഡ് ഫിലിം മേക്കിങ്ങിലേക്ക് തിരികെ ചെയ്തത്. അഡ്വർടൈസ്മെൻറ്റ് ഫിലിം മേക്കിങ്ങിലേക്ക് തിരിഞ്ഞപ്പോൾ അതൊരു ഒരു അഡിക്ഷനാണ്. പിന്നെ കഥ പറയലിൻ്റെ നമ്മുടെ ഭാഷയുടെ വ്യത്യാസമുണ്ട്. അതായത് ഒരു കഥയുടെ ഭാഷാ വ്യത്യാസം ആസ്വദിച്ചപ്പോൾ അത് ഭ്രാന്തായി. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ആ കഥ പറച്ചിൽ എനിക്കങ്ങ് ഇഷ്ടമായി. അതിനോടുള്ള പ്രണയം കൊണ്ട് തന്നെ ഒന്നിനൊന്ന് പരസ്യലോകത്ത് എനിക്ക് തോന്നുന്നു 200-ന് മേലെയുള്ള പരസ്യങ്ങൾ, ജോയാൽക്കാസ്, ഭീമ, ഇങ്ങനെ വിൻവർത്ത്, ബ്രൈറ്റ് ലൈറ്റ്, ഇങ്ങനെ ഒത്തിരി ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് പരസ്യചിത്രങ്ങൾ ഒരുക്കുക. അതിൻ്റെ ഒരു ത്രില്ല്, അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ അഡിക്ഷനാണ് എന്നെ സിനിമ, അതായത് കഥ നമ്മൾ പറയുന്ന സിനിമയിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തിയത്. പക്ഷേ ആ 15 വർഷവും ടെക്നോളജിയുടെ വ്യത്യാസം, അതായത് ഫിലിം ഡിജിറ്റലായി, നമ്മുടെ DI വരുന്നു. ആദ്യമായിട്ട് DI ചെയ്ത അഡ്വർടൈസ്മെൻറ്റ് ഫിലിം എൻ്റേതായിരുന്നു ആ കാലത്ത്. അങ്ങനെ തുടങ്ങി ഈ നമ്മുടെ ഡിജിറ്റലിൽ വന്ന പുതിയ പരീക്ഷണങ്ങളും പുതിയ ടെക്നോളജിയുടെ എല്ലാ മാറ്റങ്ങളും ആദ്യം തന്നെ പഠിക്കാനും ആദ്യം തന്നെ അപ്ലൈ ചെയ്യാനും എല്ലാ പുതിയ എക്യുപ്മെൻറ്റ്സും പുതുതായിട്ട് ഉപയോഗിക്കാനും എല്ലാം ഉള്ള അവസരം, ഏറ്റവും അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം എനിക്ക് കിട്ടിയത് ആ കാലഘട്ടത്തിൽ. ഈ 15 വർഷം ഞാൻ നിശബ്ദനായിരുന്നെന്ന് പറയപ്പെടുന്ന ആ 15 വർഷമാണ്. പക്ഷേ നിശബ്ദതയെക്കുറിച്ച് പറയും. പക്ഷേ എന്നാൽ ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ TV എനിക്ക് ഇഷ്ടമുള്ള മീഡിയം അല്ല. എങ്കിലും ഞാൻ മഴവിൽ മനോരമയുടെ ആദ്യത്തെ സ്വിച്ച് ഓൺ പ്രോജക്റ്റ് ഞാനാണ് ചെയ്തത്. ആ പ്രോജക്റ്റ് അതിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞ സംവിധായകൻ ഞാനായിരുന്നു. അതിന് തന്നെ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഓട്ടോഗ്രാഫ്, യൂണിവേഴ്സ് ഓട്ടോഗ്രാഫ്, അത് സ്റ്റേറ്റ് അവാർഡ് നേടിയ പ്രോജക്റ്റാണ്. അതിനുശേഷം മനോരമയ്ക്ക് വേണ്ടി തന്നെ ചെയ്ത വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഡോക്യുമെൻ്ററി, അത് പിന്നീട് ഇൻ്റർനാഷണൽ അവാർഡ്സ് വാങ്ങിയ പ്രോജക്റ്റാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ പ്രണയത്തിനനുസരിച്ച് കഥ പറയുന്നതിൻ്റെ പല പല മേഖലകളിലൂടെ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പം മാർക്കോണി മത്തായിൽ വരുന്നപ്പോഴേക്ക് ആൾക്കാർക്ക് കറക്റ്റായിട്ട് അതാണ് ഗ്യാപ്പ്. ആ സമയം അത്രയും ഞാൻ സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നു. മീഡിയയുടെ എല്ലാ ഭംഗിയും ആസ്വദിച്ചു. അപ്ഡേഷൻ പുതിയതായിട്ട് വന്ന ടെക്നോളജിയുടെ വ്യത്യാസങ്ങളെല്ലാം പഠിച്ച് അത്രയും എൻജോയ് ചെയ്താണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മാർക്കോണി മത്തായി, അതിനുശേഷം ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന കാതിൽ കഥീസുണ്ടോ, മാർക്കോണി മത്തായിയുടെ തമിഴ്. ഇപ്പോൾ സോൾ സ്റ്റോറീസ് മനോരമ മാക്സിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് പോകുന്ന വെബ് സീരീസാണ്. അതിൽ എത്തി നിൽക്കുമ്പോഴും പരസ്യമാണ് എൻ്റെ ലോകം. മീഡിയ പരസ്യത്തിലാണ് ഞാൻ ഉള്ളത്. 200ഓളം പരസ്യചിത്രങ്ങളുടെ സംവിധായകനാണ്. അതുപോലെ തന്നെ മീഡിയ പ്ലാനറുമാണ്. ഈ സിനിമയുടെയും അതുപോലെ തന്നെ ഈ പരസ്യചിത്രങ്ങളുടെയും കഥ പറച്ചിലിൻ്റെ രീതികൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ രണ്ട് തരത്തിലുള്ള കഥകൾ എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ആ രീതികൾ സംഘടനയുടെ അഭിപ്രായം പ്രേക്ഷകരുടെ? തീർച്ചയായിട്ടും സിനിമയുടെ കഥ പറയൽ രീതിയല്ല നമ്മുടെ പരസ്യചിത്രങ്ങളിലെ രീതി. എന്നുവെച്ചാൽ നമ്മുടെ ഒരു സിനിമാ കഥ കൺസീവ് ചെയ്ത് അത് പറയുന്നത് അതിലെ ഷോർട്ട് പ്ലാനിങ്ങും അതിൻ്റെ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഷോർട്ട് പ്ലാനിങ്, സ്ക്രിപ്റ്റിംഗ് സ്റ്റൈല്, ഷോർട്ട് പ്ലാനിങ്, ഷൂട്ടിങ്ങിലുള്ള അപ്രോച്ച്, ഈവൻ എഡിറ്റിങ്, മ്യൂസിക്കിലുള്ള അപ്രോച്ച് എല്ലാം എൻ്റർലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫിലിമിൽ. അഡ്വർടൈസ്മെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓരോ പ്രോഡക്റ്റും ഓരോ നായകന്മാരാണ്. അപ്പം ഓരോ നായികമാരാണ്, ഓരോ കഥാപാത്രങ്ങളാണ്. അതിനെ എങ്ങനെ ജനങ്ങൾക്കിടയിൽ, അപ്പം നമുക്കൊരു ഫോക്കസ് ഉണ്ട്, അത് ഷാർപ്പ് ഷൂട്ടറായിരിക്കണം. നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫിലിം മേക്കർ പറയുന്നതായിരിക്കണം ഈ ലോകം മുഴുവൻ ആ ആഡ് ഏത് കാലത്ത് കാണുമ്പോഴും കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത്. ആ ഷാർപ്നെസ് നമ്മുടെ ഓരോ ഷോട്ടിലും ഓരോ മൊമെൻറ്റിലും ആ ഫിലിം മേക്കർക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ഈ പറയുന്ന കഥ പറയൽ നമുക്ക് സക്സസ് ആക്കാൻ പറ്റും. അതിൽ കളേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലുകളും അതിൽ വളരെ 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 സൂക്ഷ്മതയോടെ വേണം നമ്മളത് കൈകാര്യം ചെയ്യാൻ. അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ച് സിനിമയുടെ കഥ പറച്ചിലിൽ സൂക്ഷ്മത കുറവല്ല, കുറേ കൂടെ നമുക്ക് സാധ്യതകൾ, കുറച്ചുകൂടെ സമയത്തിൻ്റെ സാധ്യതകളും ബാക്കിയുള്ള ഇപ്പം ഡയലോഗ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റിൽ ഡയലോഗ്സിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എന്നെ സംബന്ധിച്ച് പോലും എൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ശ്രദ്ധിച്ചാൽ അറിയാം, ഞാനെപ്പോഴും ഡയലോഗ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ഫിലിം മേക്കിങ്ങിലാണ് എനിക്കിഷ്ടം. അത് എൻ്റെ ഒരു ഇഷ്ടമായിട്ട് അത്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള പാഷനുള്ള, അങ്ങനെയൊക്കെ ആയുള്ള ആറ്റിറ്റ്യൂഡുള്ള ഫിലിം മേക്കേഴ്സ് ഇഷ്ടം പോലെ പേരുണ്ട്. എല്ലാവരും അവരവരുടെ ഈ ഒരു അതെല്ലാം കഥ പറയൽ ശൈലിയുടെ ഭാഗമാണ്. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ഡിഫറെൻ്റാണ്. ഒരു സിനിമ പറയുന്നതും അഡ്വർടൈസ്മെൻറ്റിൻ്റെ കഥ പറച്ചിലും തീർത്തും വ്യത്യസ്തമാണ്. അതാണ് നമ്മളെ ഭയങ്കര സന്തോഷിപ്പിക്കുന്നതും ആ കഥ പറച്ചിൽ രീതിയോടുള്ള നേരത്തെ പറഞ്ഞോടുള്ള പ്രണയമാണ്. സിനിമയുടെ കഥ പറച്ചിലിൻ്റെ രീതി എന്ന് പറയുന്നത് 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു കഥയാണ് സിനിമ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പരസ്യചിത്രങ്ങൾക്ക് 30 സെക്കൻഡ് മാക്സിമം പോയി കഴിഞ്ഞാൽ 1 മിനിറ്റിനുള്ളിലാണ് നമ്മൾ ഈ കഥ പറയുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഒരുപാട് കൺസിഡറേഷൻ അതിനകത്ത് വരേണ്ടി വരും ഈ കഥ പറച്ചിലിനകത്ത്. പ്രൊഡക്റ്റിനെ കുറിച്ച് പറയണം, പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ സംഭവം എല്ലാം പറഞ്ഞിട്ട് അത് നമ്മൾ ഈ 1 മിനിറ്റിനുള്ളിൽ പറയണമെന്നുള്ളതാണ് പരസ്യചിത്രങ്ങൾക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആസ്പെക്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് പറയുന്ന കഥയേക്കാൾ ചലഞ്ചിങ് അല്ലേ 30 സെക്കൻഡ് കൊണ്ട് പറയുന്ന കഥ എന്നുള്ളതാണ്. അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ചലഞ്ചിങ് എന്ന് പറയാൻ പറ്റില്ല.
അത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമാണ്. തീർച്ചയായും ചലഞ്ചെല്ലാം ഒരുപോലെയാണ്. ഒരു വലിയ സിനിമ ചെയ്യുന്ന ചലഞ്ച് തന്നെയാണ്. അത്ര എഫേർട്ട് അത്രയും ചലഞ്ച് ഉണ്ട് ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ആഡ് ഫിലിം ചെയ്യുന്നതിന് എന്നുള്ളതാണ് സത്യം. അത് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആഴക്കടലിലേക്ക് മുക്കുവര് പോകുന്നു. ആഴക്കടലല്ലേ, അത്രയും വിശാലമായ പരപ്പല്ലേ, നമുക്ക് വലിയ വീശുവാല ഇട്ടാലോ അതിനായിരിക്കും ഇവർ പോകുന്നത് വിചാരിക്കും. പക്ഷെ അവിടെ പോയിട്ട് ചെറിയ കുതുമ്പുകൾ ഇറക്കിയിട്ട് ചൂണ്ടയും കൊണ്ടിരിക്കും ചില മുക്കുവര്. അവർ ചൂണ്ടയിടുന്നത് വലിയ മീനുകളെ പിടിക്കാൻ വേണ്ടി തന്നെയാണ്. ഇന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് ഈ അഡ്വർടൈസ്മെൻറ്റ് ഫിലിം മേക്കിങ്ങിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ഈ ഭാഷാ രീതി, അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കഥ പറയൽ രീതി ഭയങ്കര ചലഞ്ചിങ് ആണ്. നമുക്ക് കൊളുത്തേണ്ടത് വളരെ ക്രിസ്പായി അല്ലേ, 30 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ പറയുന്ന അതുകൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ശക്തി നമ്മൾ എത്രത്തോളം ശക്തമായിട്ട് വേണം ഈ 30 സെക്കൻഡുള്ള കഥ പറയാനെന്ന് നമുക്ക് ആലോചിച്ചിട്ട് തന്നെ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയിൽ പോയി ചൂണ്ടയിടുന്ന നമ്മൾ വിചാരിക്കുന്നത് സ്രാവിനെ തന്നെ കൊളുത്താനാണ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡോടുകൂടിയാണ് ഈ ആഡിൻ്റെ മേക്കിങ് നടക്കുന്നത്. അപ്പോൾ ആ ത്രില്ലാണ് സത്യത്തിൽ നമ്മളെ ഈ പറഞ്ഞ പോലെ അതിൽ കുക്ക് ചെയ്ത് ഇടുന്നത് അഡ്വർടൈസ്മെൻറ്റ് ഫിലിം മേക്കിങ്ങിന്. കഥകൾക്ക് 2 അടിസ്ഥാന പിരിവുകൾ, പിന്നെ അതിൻ്റെ സബ്ബായിട്ടുള്ള പിരിവുകൾ 42 പിരിവുകൾ എന്നാണല്ലോ പൊതുവെ പറയുന്നത്. അപ്പോൾ ഈ 42 പിരിവുകളിൽ നിന്നുകൊണ്ട് കഥ പറയുമ്പോൾ ഷോർട്ട് സ്റ്റോറീസിൽ ഈ 42 കഥകൾ പിരിവുകൾക്കകത്തായിരിക്കുമല്ലോ ഈ കഥകൾ. പക്ഷേ ഷോർട്ട് സ്റ്റോറീസിൻ്റെ കുടുംബ പ്രേക്ഷകർ വളരെയധികം പുതുമകളോട് ഉള്ള ഒരു വെബ് സീരീസ് നിലയ്ക്ക് ഏറ്റെടുത്തു. അങ്ങനെയുള്ളപ്പോൾ ശരിക്കും എന്താണ് ഷോർട്ട് സ്റ്റോറീസിൽ പ്രേക്ഷകർക്ക് കൊടുത്ത ആ ഒരു പുതുമ? കഥകൾ പരിമിതമാണ് എന്നുള്ളൊരു ചർച്ച എപ്പോഴും നടക്കുന്നതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിൽ പുതുമ അന്വേഷിക്കുക എന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ നോക്കുക ആണ് ആവശ്യം. അവിടെയാണ് കഥകൾ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ നല്ല സൂക്ഷ്മമായിട്ട് ജീവിതത്തെ നിരീക്ഷിക്കുക, ലോകത്തെ നിരീക്ഷിക്കുക, പുതിയ കഥകളുണ്ടാവും. അതാണ് കഥകൾ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ 42 പിരിവുകളും 10 പിരിവുകളും ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ അതിനപ്പുറത്തേക്ക് നിരീക്ഷണമാണ് കഥകൾ മെനയുന്നത്. അതാണ് കഥകൾക്ക് ശക്തി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഷോർട്ട് സ്റ്റോറീസിൻ്റെ കഥകൾ പ്രത്യേകിച്ച് യൂത്ത് ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ചെറിയ ചില തിളക്കങ്ങൾ അതിനെ ഒരിക്കലും ഒരു അതിനെ ലാഗ് ചെയ്യാതെ, അതിനെ ആവശ്യമില്ലാത്ത ഡിസ്കഷൻസ് ഒക്കെ പോവാതെ പരുവപ്പെടുത്തി വളരെ നിഷ്കളങ്കമായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അത്രമാത്രമേ ഷോർട്ട് സ്റ്റോറീസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിന് പുതുമയെന്ന് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല. ചെറിയ കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ പുതുമ. മനുഷ്യരിലേക്ക് നോക്കുക എന്നൊരു അഭിപ്രായം പറഞ്ഞത് ഈ ചുറ്റുപാട് നമുക്ക് നേരത്തെ പൊതുവെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 700 കോടി ജനങ്ങളുണ്ടെങ്കിൽ 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ 800 കോടി ജനങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളിലേക്ക് വന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കത് നമ്മളെപ്പോലെ തന്നെ നമുക്ക് മനസ്സിലാകും എന്ന് വരുന്നതാണോ പ്രേക്ഷകരെ ഏറ്റെടുക്കാൻ കാരണമായിട്ട്? തീർച്ചയായിട്ടും എപ്പോഴും കഥകൾ നമ്മളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ച ചെയ്യണം. നമ്മളാണല്ലോ കഥ. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തുടങ്ങി കഥകൾ ആരംഭിക്കുകയാണ്. ഉറങ്ങിക്കഴിഞ്ഞാലും കഥകൾ അവസാനിക്കുന്നില്ല. സ്വപ്നങ്ങളിലും കഥകളുണ്ട്. അതുകൊണ്ട് കഥകളാണ് ജീവിതം. നമ്മളെല്ലാം കഥകളിലാണ്. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങനെ തിരിഞ്ഞാലും മീൻകാരൻ വന്നില്ലെങ്കിൽ കഥ മാറും.
മീൻകാരൻ വന്നാലും കഥ മാറും എന്ന് പറയുന്ന പോലെ ജീവിതത്തിലെ ലോകത്ത് ഈ ഒരു പ്ലേ ഉണ്ടല്ലോ, അതിലാണ് നമ്മുടെ രസമുള്ളത്. ഉറപ്പായിട്ട് അത് നമ്മളെ റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളിലൂടെ തന്നെയാണ് കഥകൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കഥകൾ. എല്ലാവരിലും കഥകളുണ്ട്. ഏത് നേരത്തും കഥകളുണ്ടാവാം, ഏത് നേരത്തും കഥകൾ മാറാം, ഏത് നേരത്തും ക്ലൈമാക്സ് മാറാം, ഏത് നേരത്തും കഥകൾ പുതിയതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് രസകരമാകുന്നു. ഷോർട്ട് സ്റ്റോറീസിലേക്ക് നമുക്ക് പറയാം. ഷോർട്ട് സ്റ്റോറീസിൽ ഭ്രാത്തമാനം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്റ്റോറിയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളുടെ വളരെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും വളരെ സാമൂഹികപരമായ പ്രസക്തിയുള്ള സ്ത്രീകളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൺ സംവിധായകൻ തന്നെ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സംവിധായകൻ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നും ആവശ്യമില്ല. പിന്നെ കഥ പറയുന്നതിന് പെണ്ണിൻ്റെ കഥ ആണിൻ്റെ കഥ എന്നും ഇല്ല. കഥ പറയുന്നതിൻ്റെ അപ്പുറത്ത് സാമൂഹിക പ്രസക്തി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് ഏത് കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഈ വാർത്തമാനം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പം അത് നമ്മുടെ ജീവിതം മാറുന്നതനുസരിച്ച് നമ്മൾക്ക് കംഫർട്ടബിൾ ആകുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഷെയ്പ്പ് ചെയ്യുന്ന ഘടകങ്ങളുണ്ട്. അതായത് നമ്മൾ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചിന്താഗതികൾ മാറും. സമൂഹത്തിൽ ഓരോ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ചിന്ത മാറും. വ്യക്തികളുടെ ചിന്ത മാറുന്ന ഒപ്പം തന്നെ സമൂഹം കൂടെ മാറണം. അല്ലാതെ വ്യക്തികളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ അത് മനസ്സിലാവാത്ത ഒരു സമൂഹം അതെന്ത് സമൂഹമാണ്? അവിടെയാണ് ഈ കഥ പറച്ചിൽ ആവശ്യം വരുന്നത്. അവിടെയാണ് കഥ സമൂഹത്തെ സ്വാധീനിക്കേണ്ടി വരിക, കഥ സംസാരിക്കേണ്ടി വരിക. അതാണ് ഇവിടെ പ്രസക്തി. ഇവിടെ ഇപ്പം ഒരു പെൺകുട്ടി, ഇപ്പം എനിക്ക് തന്നെ അനുഭവമുണ്ട് ഈ കഥ പുറത്ത് വന്നതിന് ശേഷം. പെൺകുട്ടികൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ തന്നെ പറഞ്ഞു ആ കഥ പറഞ്ഞ ഇതിനെക്കുറിച്ച്. കാരണം വസ്ത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്ത് ധരിക്കണം എന്നുള്ളത് ധരിക്കുന്നവരുടെ തീരുമാനമാണ് എന്ന് വെച്ചിട്ട് സമൂഹത്തിൻ്റെ സഭ്യമായ രീതിയിൽ അതെല്ലാം അവർക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. അവരാരും മോശക്കാരല്ലല്ലോ. നമ്മളെക്കാൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ വിശാലമായ മനസ്സ്, പ്രത്യേകിച്ച് കുറച്ചുകൂടെ നല്ല ചിന്താഗതി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കും, ആറ്റിറ്റ്യൂഡും ബ്രൈറ്റ് ആയിരിക്കും. അപ്പം അവരെ മാനിക്കുക, അവരിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കുക. അവർ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം, പക്ഷെ സ്വാതന്ത്ര്യം അത് അവരുടെ ചിന്തയുടെ ഭാഗമാണ്. അത് അവരുടെ ആവശ്യമാണ്. അത് മാനിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ നോട്ടം ഭയപ്പെട്ട് ഞാൻ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ വസ്ത്രം ധരിക്കേണ്ട എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയം തന്നെയാണ്. സമൂഹത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ തീരുമാനമാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വർത്തമാനം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ചോദ്യം കൂടെയുണ്ട്. അതായത് ഇപ്പോഴും നമ്മളുടെ സിനിമകളിലാണെങ്കിൽ തന്നെ ഇപ്പോഴും നമ്മൾ ഈ സാരി ഉടുക്കുന്ന പെൺകുട്ടി നല്ലത്, അല്ലാത്തത് മോശം എന്നുള്ള ചില സിനിമകളിലേക്ക്, എല്ലാ സിനിമകളിലൊക്കെ വളരെ നമ്മുടെ സിനിമയിൽ വളരെയധികം മാറ്റങ്ങളുണ്ട്. പക്ഷെ ചില സിനിമകളിലെങ്കിലും അങ്ങനെയുള്ള കഥകൾ പറയുന്നുണ്ട്. ഇപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതാണ് നമ്മളുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മളുടെ ശരികൾ എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണോ ഒരു കഥ? ഇല്ല, അതൊരു കാലഘട്ടത്തിൽ അത് ശരിയാണ്. ഞാനത് ഈ ഇതിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ പെൺസുഹൃത്തുക്കൾക്കിടയിൽ ഒരു ചർച്ച വന്നിരുന്നു. പണ്ട് കാലത്ത് ഒരു രണ്ട് തലമുറയ്ക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നത്, ധാവണി ഒരു പ്രായത്തിൻ്റെ മാറ്റമാണ്. അവളെ ഒന്ന് അകലം പാലിക്കണം ധാവണി ഉടുത്തവരെ. അതായത് പാവാടക്കാരിയിൽ നിന്ന് ധാവണിയിലേക്ക് വരുമ്പോൾ ഒരകലം പാലിക്കുക. അവിടെ നിന്ന് സാരി ഉടുക്കുന്ന ഇതിലോട്ട് വരുമ്പം അടുത്ത ഒരു വള്ളപ്പാട് അകലെയാക്കുക. അവിടെ നിന്ന് നെറ്റിയിൽ സിന്ദൂരം തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം വിവാഹിതയാണ്
അനാവശ്യമായ ഒന്നും നോട്ടമോ ഒന്നും പാടില്ല എന്നൊരു ഇൻഡിക്കേഷൻ അവിടെ വയ്ക്കുന്നു. ഇതിന് ശേഷം ഒരു വിധവയായി മാറിയാൽ എന്തിനാണ് വിധവയുടെ പൊട്ട് വായിക്കുന്നത്? എന്തിനാണ് അവളുടെ കയ്യിലെ വളകൾ പൊടിച്ചു കളയുന്നത്? അവളെ ഐഡൻറ്റിഫൈ ചെയ്യുക. സംഭവം വിധവയാണ്, അവൾക്ക് ഒരെണ്ണം മാർക്ക് ചെയ്യാണ്. തെറ്റാണ്, തീർത്തും തെറ്റാണ്. വസ്ത്രത്തിനും അവളെ അപ്പിയറൻസിനും കൊണ്ട് അവളെ ഓരോ ഷെൽഫിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അങ്ങനെ കാലം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കാലത്തിലാണ് ഈ പറഞ്ഞ ഒരു വിധവയൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത, അത് വളരെ അല്ലേ, അത് ഏറ്റവും ശക്തമാണ്, നല്ല മാറ്റം. മനസ്സിലായില്ലേ? എന്തിനത് മാറണം? എന്തിനു മാറണം? അവൾക്കാണ് നഷ്ടം വന്നിരിക്കുന്നത്, അവൾക്കാണ് ഭർത്താവ് നഷ്ടപ്പെട്ടത്. അത് ഒരിക്കലും നമ്മൾ എന്താണ് അവളെ ഷെൽഫിലേക്ക് മാറ്റുകയല്ല വേണ്ടത്, അവളെ ചേർത്ത് കൂടെ നിർത്തുക വേണ്ടത്, അവൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക വേണ്ടത്, അവളെ കൂടെ നടത്തുക വേണ്ടത്, മുന്നിൽ നടത്തുക വേണ്ടത്. അവളെ ജീവിക്കാനായിട്ട് അവളുടെ ജീവിതത്തിൽ അവളെ ജയിപ്പിക്കാൻ ഉത്തരവാദിത്വം നമ്മൾക്കൂടെ വരുന്നൊരവസ്ഥയിലാണ് ഉണ്ടാവുക. അതിന് അവളെ പൊട്ടും വായിച്ച് അവളെ വെള്ള ഉടിപ്പിച്ച് അവളെ വളയെ തല്ലിപ്പൊടിച്ചിട്ട് മാറ്റുന്നൊരു കാലം പോയി. ഈ കാലം അതുകൊണ്ട് തന്നെ ഇനിയും വസ്ത്രമോ അല്ലെങ്കിൽ അതുള്ള കാര്യങ്ങളിലൊന്നും തന്നെ നമുക്ക് ഇങ്ങനെ ചേരിതിരിവ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്ത കാലമായി. അത് തന്നെ ഒരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. സല്ലേട്ടാ, നമ്മൾ കഥകളെക്കുറിച്ചുള്ള ഈ ചർച്ച അല്ലെങ്കിൽ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ അടുത്ത എപ്പിസോഡിൽ ഈ ചർച്ചയുടെ ബാക്കി ഭാഗം കൂടി ഉണ്ടാവുന്നതാണ്. അതുവരെ നന്ദി. നിങ്ങളുടെ സുഹൃത്ത് ശ്രീ